നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ആനുകാലികം എന്ന് ചർച്ച ചെയ്യുന്നത് അഫാനെ കുറിച്ചാണ്. 23 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ചെറുപ്പക്കാരൻ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കേരളം ചർച്ച ചെയ്ത വാർത്തകൾക്ക് കാരണക്കാരനായി മാറിയിരിക്കുകയാണ്. ഇന്നിപ്പോഴിതാ ഇവൻ കൂട്ടക്കൊലപാതകം നടത്താൻ ഉപയോഗിച്ച ആയുധം വാങ്ങിയ കടയിൽ കൊണ്ടെത്തി ഈ വിശദമായ പരിശോധന നടത്തുകയാണ്, തെളിവെടുപ്പ് നടത്തുകയാണ്. ഈ തെളിവെടുപ്പിലൊക്കെ തന്നെ അഫാന്റെ മുഖം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു സംഭവമൊന്നും ഇല്ലാതെ വളരെ വേദനയാണോ എന്ന് അങ്ങനെ അറിയില്ല, കൂളായി നിൽക്കുന്ന ഒരു അഫാനെയാണ് കാണാൻ സാധിക്കുന്നത്. 23 വയസ്സ് മാത്രമാണ് പ്രായം. മറ്റ് പല കൊലപാതകങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ള വാർത്തകളാണ്. ലഹരിക്ക് അടിമയാണ്, മാനസികമായ വെല്ലുവിളികൾ നേരിട്ടിരുന്നു, അങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ ഉണ്ടെങ്കിലും കഴിഞ്ഞ ഈ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൊലപാതകം നടക്കുമ്പോൾ അതിനു മുൻപിൽ അവർ കൃത്യമായി ഫോൺ രേഖകളിൽ അല്ലെങ്കിൽ ഫോൺ വഴി ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു, പഠിച്ചിരുന്നു, പരിശോധിച്ചിരുന്നു, അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ അഫാൻ എന്ന വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകത്തിന് ഉത്തരവാദിയായിട്ടുള്ള 23 വയസ്സുകാരൻ മൊബൈൽ ഫോൺ വഴി ഈ കൊലപാതകം നടത്തുന്നത് എങ്ങനെയെന്ന് ചെകഞ്ഞിട്ടില്ല, ആരോടും അഭിപ്രായം ചോദിച്ചിട്ടില്ല. 3 കൊലപാതകം നടത്തുമ്പോഴൊക്കെ തന്നെ പച്ചയായ മനുഷ്യരായിരുന്നു, ഒരു തരത്തിലുള്ള ലഹരിയും ഉപയോഗിച്ചിരുന്നില്ല. നാട്ടിലും വീട്ടിലും എല്ലാവർക്കും നല്ലവനായ ഉണ്ണിയായിരുന്നു. ഇപ്പോഴത്തെ 7 ദിവസം പിന്നിട്ടിരിക്കുന്നു. ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതില് പ്രധാനപ്പെട്ടത് മദ്യം ഉപയോഗിച്ചിട്ട്, അതും ഉമ്മയെയും ഉമ്മുമ്മയെയും ഒക്കെ കൊന്നതിന് ശേഷം മദ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ലഹരി വസ്തുക്കളുടെ അമിതമായിട്ടുള്ള ഉപയോഗമോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചത് കൊണ്ടുണ്ടായ പ്രതിഫലനമോ ഒന്നുമല്ല വെഞ്ഞാറമൂട് ആ കൂട്ടക്കൊലപാതകത്തിൽ കണ്ടത്. പിന്നീട് പറയാനുള്ളത് മാനസിക വെല്ലുവിളി. ഇതിനു മുമ്പ് യാതൊരു തരത്തിലും ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത ഒരു കുട്ടി. നാട്ടിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിലെ ഏറ്റവും നല്ല പിള്ളയാണ്, നല്ലവനായ ഉണ്ണിയാണ് അഫാൻ എന്ന് പറയുന്ന വ്യക്തി. സ്കൂളുകളിൽ അന്വേഷിക്കണം. അഫാൻ പഠിച്ച സ്കൂളുകളിലൊക്കെ അന്വേഷിക്കുമ്പോൾ സഹപാഠികളോട് ഒന്ന് പുഞ്ചിരിക്കുന്നതല്ലാതെ ഒന്ന് സംസാരിക്കാൻ പോലും തയ്യാറാക്കാത്ത ഇൻട്രോവേർട്ട്, ഇപ്പോഴത്തെ കാലത്ത് പറയുന്ന ഇൻട്രോവേർട്ട് ആണ്. അപ്പം അത്രയും ഇൻട്രോവേർട്ട് ആയിട്ട് നടക്കുന്ന ഒരു കുട്ടിയാണ്. സഹോദരനെ എന്നും കൂടെ നിർത്തുന്ന, പിതാവിന് തുല്യമായി സഹോദരനെ വളർത്തുന്ന, ലാളിക്കുന്ന ഒരു കുട്ടിയാണ്. സ്വന്തം സഹോദരനെ ഉൾപ്പെടെ കൊല ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം അഫാന്റെ ഈ മനോഭാവം തന്നെയാണ്. പച്ചയായ മനുഷ്യനായിരുന്നു എന്നതിനേക്കാൾ പച്ചയായ മനുഷ്യനാണ് ഇപ്പോഴും അഫാൻ. കൊല ചെയ്തു, ഇത്ര പേർ ചെയ്യപ്പെട്ടു. ഉമ്മ തന്റെ കൊലപാതക ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഉമ്മ തനിക്കെതിരെ സംസാരിക്കുന്നില്ല എന്നൊക്കെ സൂചന ലഭിച്ചിട്ടും 7 വർഷം സ്വന്തം വീടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി, കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവാസിയായിട്ടുള്ള ഒരു മനുഷ്യൻ തിരികെ എല്ലാം നഷ്ടപ്പെട്ട് പെറ്റമ്മയെ കൊന്നത് സ്വന്തം മകനാണ് എന്നുള്ള തിരിച്ചറിവ്, സ്വന്തം മകനെ മൂത്ത മകൻ കൊന്നു എന്നുള്ള വേദന, ഇത്തരത്തിൽ ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ സ്വന്തം പിതാവ് പുറത്ത് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നറിയുന്ന ഒരു മകനാണ് അഫാൻ. താൻ കേസില് താൻ തന്നെയാണ് ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയത് എന്ന് പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ള ഒരു വ്യക്തി. എന്നിട്ട് പോലും എന്തായാലും ഇദ്ദേഹം രക്ഷപ്പെടാൻ പോകുന്നില്ല. പിടിക്കപ്പെട്ടു എന്നതും പിടിക്കപ്പെടും എന്നുള്ളതും വ്യക്തമായിട്ട് കീഴടങ്ങുകയാണ്. എന്നാലും ഇപ്പൊ അഫാൻ മറച്ചു വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് പുറത്തു വരുമെന്ന് അഫാന് കൃത്യമായിട്ട് അറിയാം. അത് എത്രത്തോളം വൈകിപ്പിക്കാം എന്ന ഒരു നാടകം മാത്രമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നൊരു വ്യക്തത അഫാന്റെ ഉള്ളിലുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ ഒരു സാധാരണ മനുഷ്യന്റെ ചിന്താഗതിയിൽ വരുന്ന കാര്യമാണെന്നൊരു സംശയമുണ്ട്. ഇനി സൈക്കോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കോത്തരം കാണിക്കേണ്ടുന്ന കാര്യങ്ങളൊന്നും അഫാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ഇപ്പൊ ചെയ്ത ഈ 5 കൊലപാതകവും സൈക്കോ രീതിയിൽ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നത്. കൊലപാതകത്തിന്റെ ആ ഒരു രീതി തന്നെ നമുക്കത് വ്യക്തമാക്കുന്നതാണ്. സ്വന്തം സഹോദരനെ കണ്ണുപോലും ബാക്കി വെക്കാത്ത രീതിയിൽ ഒരൊറ്റടിയിൽ കണ്ണൊക്കെ ചൂഴ്ന്നെടുക്കുന്ന ഒരു രീതിയിലാണ് കൊന്നിരിക്കുന്നത്. പെൺസുഹൃത്തിന്റെ കാര്യം അത് പലരും ഇപ്പോ മറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതും അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാമുകന് വേണ്ടി, കാമുകന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാലത്ത് കൂടെ നിന്നവളാണ് ഈ പെൺകുട്ടി. സ്വന്തം അച്ഛൻ അറിയാതെ ഈ ഒരു പെൺകുട്ടി ഒരു ആൺ സുഹൃത്തിന് സ്വർണമൊക്കെ കൊടുക്കുക എന്ന് വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭൂകമ്പമൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതൊക്കെ കണ്ടിട്ടും തന്റെ സ്വർണമാല ആ പയ്യന് കൊടുത്തൊരു കുട്ടിയാണ്. ഈ അവസാന നിമിഷം, ഈ കൊല ചെയ്യുന്നത് മണിക്കൂറുകൾക്ക് മുമ്പ് അഫാൻ ഈ കുട്ടിയെ വിളിക്കുമ്പോഴും അവര് മനസ്സിൽ ആലോചിച്ച ഒരു കാര്യമുണ്ട്. തന്റെ കാമുകൻ അല്ലെങ്കിൽ തന്റെ സ്നേഹിതനാണ് തനിക്ക്
ആ ഒരു എക്സ്പെക്ടേഷനിൽ പോയ ഒരു കുട്ടിയാണ്. എന്നിട്ട് ആ കുട്ടിയെ കൊല്ലുന്നു എന്ന് പറയുന്നു. അഫാൻ ഒരുപക്ഷെ ഈ കേസ് എന്തായാലും സംഭവിച്ചു, ഇനി ഒരു തിരിച്ചു വരവില്ല എന്നുള്ള രീതിയിലാണ് ഈ കാമുകിയെ കൊന്നതെങ്കിൽ അഫാൻ ഒരു കാര്യം ചെയ്യാമായിരുന്നു, ഒന്നും അറിയിക്കാതെ അവളെ കൊല്ലാമായിരുന്നു. ഇത് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി പറയുന്നു. എന്നിട്ട് ആ കുട്ടി ചോദിക്കുകയാണ്, നമ്മൾ ഇനി എങ്ങനെ ജീവിക്കും? ആ ഒരു ചോദ്യമാണ് ഇവനെ പ്രകോപിതനാക്കിയതെന്ന് അഫാൻ തന്നെ പറയുമ്പോൾ അവന്റെ ഒരു മാനസിക നില ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോഴും മെഡിക്കലി അഫാന്റെ മാനസിക നിലയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നത് പോലീസിനെയും ഒപ്പം നമ്മളെയും ഞെട്ടിക്കുന്നതാണ്. ഓരോ റിപ്പോർട്ടും പുറത്തു വരുമ്പോൾ അറിയാലോ എന്താണ് നമ്മൾ ഇതെങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു എന്ന് തന്നെയാണ്. അപ്പം ഈ അഫാന്റെ മറ്റ് രണ്ടുപേര്, അതായത് ബന്ധുക്കളായിട്ടുള്ള രണ്ടുപേര്, ഉപ്പയുടെ സഹോദരനും സഹോദരന്റെ ഭാര്യയും. ഈ സഹോദരന്റെ ഭാര്യനെ അബദ്ധത്തിൽ കൊന്നു, അല്ലെങ്കിൽ താൻ കൊല ചെയ്യാൻ ഉദ്ദേശിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് അഫാൻ പറയുന്നു. അപ്പോഴും എന്തുകൊണ്ട് കൊന്നു? ഈ ഉപ്പയുടെ സഹോദരനെ കൊന്നത് കണ്ടു, തെളിവായിട്ട് ഒരാൾ. ഇതെല്ലാം ഏറ്റു പറയാനായിരുന്നു അഫാന്റെ ഉദ്ദേശമെങ്കിൽ എന്തിനാ അവരെ കൊല്ലണം? അതാണ് ഒരു ചോദ്യം. അപ്പം അഫാൻ പറയുന്ന മൊഴികളില് ഒരുപാട് ദുരൂഹതയുണ്ട്, ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. ഇപ്പം പിതാവ് പറയുന്നത് തനിക്കൊന്നും അറിയില്ല, തനിക്ക് 5 ലക്ഷം തന്നു എന്നാണ് അഫാൻ പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു റെക്കോർഡഡ് രേഖകൾ എവിടെയില്ല എന്ന് പറയുന്നു. അപ്പൊ അത് എവിടെയാണ് എന്നൊരു ചോദ്യമുണ്ട്. അഫാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ വേറെ ആരെങ്കിലും വഴിയാണോ കൊടുത്തത്? അങ്ങനെയാണെങ്കിൽ ഈ മറഞ്ഞു നിൽക്കുന്ന ആളാരാണ് എന്നതൊക്കെ ഒരു ചോദ്യമാണ്. ദിവസവും 10,000 രൂപയുടെ ബ്ലൈഡ് പോലുള്ള പലിശ സ്ഥാപനങ്ങളിലേക്ക് 10,000 രൂപ കൊടുക്കണം. കാരണം 2022 വരെ 1 ലക്ഷം രൂപയാണ് പ്രതിമാസം ഈ റഹീമ ഗൾഫിൽ നിന്നും അയച്ചു കൊടുത്തിരുന്നത് ഈ കടയിൽ, ഈ ഒരു വീട്ടിലേക്ക്. പക്ഷേ 2022 ശേഷം റഹീമിന് കൃത്യമായ വരുമാനം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 1 ലക്ഷം രൂപയോ അല്ലെങ്കിൽ അതിൽ താഴെയോ പകുതി പോലും അയക്കാനുള്ള ഒരു നിവർത്തി അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. പക്ഷേ 2022 വരെ 1 ലക്ഷം രൂപ മാസ വരുമാനം കിട്ടുന്ന ഒരു വീട് എങ്ങനെയാണോ കഴിയുന്നത് അതേ നിലയിൽ ഒരു കുറവും വരുത്താതെ പലിശയ്ക്ക് പലിശ എടുത്ത് കടം മറിച്ച് പല വീടുകളിലെ പ്രമാണം പണയം വെച്ച് പല വീടുകളിലെയും സ്വർണം വാങ്ങി പണയം വെച്ച് ഇന്ന് ദൂർത്തടിച്ച് നടന്ന ഒരു കുടുംബമായിരുന്നു ശരിക്കും ഈ അഫാന്റെ കുടുംബം എന്ന് പറയുന്നത്. ഈ അഫാന്റെ മുത്തശ്ശി കൊല്ലാനുള്ള ഒരു കാരണം അഫാൻ എടുത്തു പറഞ്ഞിരുന്നത് എന്റെ ഉമ്മയെ എപ്പോഴും കുറ്റപ്പെടുത്തുമായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നത് വനിതാ ദിനമാണ്. ഒരു കുടുംബം എത്ര നന്നായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കേണ്ടത് വനിതകളാണ്. ആ വീട്ടിലെ അമ്മയാണ്, ആ വീട്ടിലെ ഒരു മകളാണ്. ആ വീട്ടിൽ അച്ഛനും സഹോദരനും ഒക്കെ അല്ലെങ്കിൽ അമ്മയൊക്കെ തന്നെ ഒന്നും മിണ്ടാതെ വായി മൂടിക്കെട്ടിയിരിക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും തമാശ പറഞ്ഞ് അച്ഛനും അമ്മയും ഒരുമിച്ച് നിർത്തി സംസാരിക്കാനൊക്കെ തന്നെ കഴിവുള്ള പെൺമക്കളുണ്ട് നമ്മുടെ നാട്ടിൽ. പല കുടുംബവും അങ്ങനെ തന്നെ പെൺമക്കളുടെ ധൈര്യത്തിൽ തന്നെയാണ് നിന്ന് പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഈ സ്വന്തം വരുമാനം അറിഞ്ഞ് ചെലവാക്കേണ്ട ഒരു ബാധ്യത എല്ലാ വീട്ടിലെയും എല്ലാ സ്ത്രീകൾക്കും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു സ്ത്രീ ഒരു വീടിന്റെ ധനകാര്യ മന്ത്രിയാണെന്ന് നമ്മൾ പറയുന്നത്. ഹോം മിനിസ്റ്റർ ഒക്കെ അതെ സ്ത്രീയാണെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഷെമീന എന്ന ഈ ഉമ്മ ഒന്ന് അറിഞ്ഞ് ചെലവാക്കിയിരുന്നു എങ്കിൽ ഒരു പക്ഷെ ഇത്തരം വലിയൊരു കടബാധത്തിലേക്ക് പോയില്ല. എവിടെ പോയാലും ഓട്ടോറിക്ഷയിൽ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. അതെ, ഇതിൽ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുക ഇവർക്ക് 2 വാഹനങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് വിറ്റിരുന്നു എന്നാണ് വാർത്ത കേട്ടത്. ഓട്ടോറിക്ഷ സഞ്ചരിച്ചാലും അപ്പോൾ പൈസ കൊടുക്കുകയില്ല. അതായത് ഈ ഓട്ടോറിക്ഷ സഞ്ചരിക്കുക എന്ന് പറയുന്നത് തൊട്ടടുത്ത് എവിടെയെങ്കിലും മീൻ മാർക്കറ്റിലേക്ക് പോകണം, 2 കിലോമീറ്റർ വ്യത്യാസം കാണത്തുള്ളൂ, ഓട്ടോയിലേ പോകത്തുള്ളൂ. തൊട്ടടുത്ത് വലിയ ഡ്രസ്സ് മേടിക്കണം, 10 കിലോമീറ്റർ ദൂരെ കാണും, ഓട്ടോയിൽ പോകത്തുള്ളൂ. പക്ഷെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കടം വെക്കും, ഓട്ടോ കൂലി പിന്നെ എടുത്തവരില്ല. പക്ഷെ ഇവർ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്നേഹത്തിന്റെ പുറത്ത് ആൾക്കാരൊക്കെ അങ്ങ് വിട്ടുകയാണ്. ഇപ്പോൾ അഫ്വാൻ പറഞ്ഞിരുന്നു ആരും സഹായിച്ചിരുന്നില്ല, അതിൽ മനംനൊന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നു. 30 പവൻ, അതായത് തട്ടത്തുമലയിലെ ഈ ഇവരുടെ അഞ്ചത്തിന്റെ വീട്ടിൽ, ഈ അഫാന്റെ അമ്മയുടെ സഹോദരന്റെ വീട്ടിൽ 30 പവനാണ് അവർ കൊടുത്തത്. അതുപോലെ തന്നെയാണ് 30 പവൻ അവർ ഈ കടം വെക്കാനായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീടിന്റെ പ്രമാണം പണയം വെക്കാൻ കൊടുത്തിരിക്കുന്നു. അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് ബന്ധുക്കൾക്കറിയാം, വരുമാനം ഒന്നുമില്ലെന്ന് ബന്ധുക്കൾക്കറിയാം, റഹീമിന്റെ ഗൾഫിലെ അവസ്ഥ എന്താണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിലെ പ്രമാണം പണയം വെക്കാൻ കൊടുക്കുകയാണ്. എന്നിട്ടും തീരുന്നില്ല ഈ 65 ലക്ഷത്തിന്റെ കടമെന്നുള്ളതാണ്.
അത് മാത്രമല്ലല്ലോ, ഈ പെൺസുഹൃത്ത് സ്വർണം കൊടുത്ത് സ്വർണ്ണമാല. സഹായിച്ചിട്ടുണ്ട്. ഈ അമ്മുമ്മ എന്ന് പറയുന്നത്, അമ്മുമ്മ പെട്രോൾ അടിക്കാൻ പൈസയില്ല. നമുക്കൊക്കെ അറിയാലോ, നമ്മുടെ അമ്മൂമ്മയൊക്കെ അച്ഛനും അമ്മയും കാണാണ്ട് ഒരു 100 രൂപ 200 രൂപയൊക്കെ ചുരുട്ടി പിടിച്ച് തരുന്ന ഒരു വാർദ്ധക്യ പെൻഷൻ കിട്ടുമ്പോൾ അതിൽ നിന്നൊരു 100 രൂപ അങ്ങനെ തരുന്ന ആളുകളാണ്. അപ്പം അഫാനെ സഹായിച്ചില്ല എന്നതിനേക്കാൾ ഉപരി അഫാന്റെ ആർഭാടത്തിനൊപ്പം ഇവരൊക്കെ ചെയ്തു പോയ തെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൊടുത്ത കടം തിരിച്ചു ചോദിച്ചു. നമ്മുടെ കേരളത്തിൽ പണ്ടേ ഒരു പഴമൊഴിയുണ്ട്, കടം ചോദിക്കാൻ നല്ലപോലെ നിൽക്കും, കടം തിരിച്ചു ചോദിച്ചാൽ പിന്നെ അവരാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇവർക്ക് കടം തിരിച്ചു ചോദിച്ചു, അതാണ് ഇവരുടെ തെറ്റ് എന്ന് പറയും. ഇപ്പോ ഈ ഫർസാന, ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അറിയാതെയാണ് സ്വർണ്ണമാല പണയം വെക്കാനായി നൽകിയത്. അപ്പോൾ പകരം മുക്കുപണ്ടം നൽകി. പക്ഷെ അച്ഛൻ ഏതെങ്കിലും ഒരു പെട്ടെന്നൊരു ആവശ്യം ആ വീട്ടിൽ വന്നിട്ടുണ്ടാകാം, അച്ഛൻ അപ്പോൾ മകളുടെ മാല പണയം വെക്കാം എന്നുള്ള സംസാരം കേട്ടിട്ടുണ്ടാകാം ഫർസാന. അപ്പോൾ ഫർസാന ഇത് പറഞ്ഞിട്ടുണ്ടാകാം, അങ്ങനെ സമ്മർദ്ദത്തിലാക്കി എന്ന് പറയുന്നു. മാത്രമല്ല ഈ 30 പവൻ നൽകിയ വീട്ടിലെ ആ കുട്ടിക്ക് വിവാഹമാണ് ഉടനെ. അപ്പോഴും അവർ പൈസയ്ക്കായി തിരക്കിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ പ്രമാണം പണയം, അങ്ങനെ സമ്മർദ്ദത്തിലാക്കി. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഇവരെ സമ്മർദ്ദത്തിലാക്കി, ഈ പൈസയൊക്കെ ഇത്രയും കടം കൊടുത്തവരെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ബൈക്ക് എടുത്തിരിക്കുന്നു. 1 ലക്ഷം രൂപ കൊടുത്ത് ബൈക്ക് എടുക്കുന്നു. അതുപോലെ തന്നെ 1 ലക്ഷം രൂപയ്ക്ക് അധികം രൂപയാണ്. ഐഫോൺ വാങ്ങുന്നു ഫർസാൻ, ഈ അഫാൻ കാറ് മേടിക്കുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇതിനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ സ്വർണം, ഞങ്ങളുടെ പ്രമാണം എടുത്തു തരാൻ മാത്രം അവർക്ക് ഇല്ലേ എന്നുള്ളൊരു ചോദ്യം വരുന്നത്. അവിടെ നിന്നാണ് ബാക്കി കഥകൾ. ഇതിലിപ്പം പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു ആളുടെയും വിജയത്തിന് പിറകില് ഒരു സ്ത്രീ ഉണ്ടാകും. അത് ഒരുപക്ഷെ കാമുകിയായിരിക്കാം, അമ്മയായിരിക്കാം, സഹോദരിയായിരിക്കാം, അങ്ങനെ ആരുമാവട്ടെ ഒരാളുടെ വിജയത്തിന് പിറകില് ഒരു സ്ത്രീ ഉണ്ടായിരിക്കുമെന്ന് പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പം വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും പിറകിലൊരു സ്ത്രീ ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാക്കുകയാണ് ഈ അഫാൻ കേസ് എന്ന് പറയുന്നത്. വെഞ്ഞാറമ്മൂട് ഇത്ര വലിയ കൊലപാതകം നടത്തിയിട്ടും ഇപ്പോഴും മകന് എതിരെ ഒരു സംസാരം ഉണ്ടാകാത്ത ഈ അമ്മ എത്രമാത്രം ഈ കുട്ടിയെ സഹായിച്ചിരുന്നു എന്നത് വ്യക്തമാക്കുന്നുണ്ട്. ഈ സഹായം ഒരുപക്ഷെ ഈ കുട്ടിയെ ഇത്തരത്തിൽ വലിയൊരു ക്രൂരതയിലേക്ക് എത്തിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മളവിടെ അടുത്തുള്ള അയൽവാസികളോടൊക്കെ സംസാരിച്ചപ്പം അവരൊക്കെ പറയുന്നത്, ഷെമി എല്ലാവരോടും കടം വാങ്ങുകയായിരുന്നു. ഈ പറയുന്ന പോലെ ഓട്ടോയിൽ മാത്രമല്ല, അവിടെ 2-3 കടകളുണ്ട്. ആ 2-3 കടകളിലും ഇവർക്ക് പറ്റുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയി സാധനം വാങ്ങുന്നു, പൈസ തിരിച്ചു കൊടുക്കും, പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും വാങ്ങുന്ന പതിവാണ്. അതേപോലെ തന്നെ അവിടെയുള്ള വലിയ പ്രവർത്തകരോടൊക്കെ വലിയ എമൗണ്ടുകൾ കടം വാങ്ങുന്നു. ഇതൊക്കെ കൊടുക്കുന്നത് ഈ വീട്ടിലേക്കുള്ള വലിയൊരു ആവശ്യത്തിനോ അല്ലെങ്കിൽ ഭർത്താവിനെ സഹായിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല, മകന്റെ ദൂരത്തിന് വേണ്ടി. നമ്മുടെ കേരളത്തിലെ ഏറ്റവും ആർഭാടത്തിന്റെ ഏറ്റവും അവസാന വാക്ക് ഒരു കുടുംബത്തിലെ പെൺമക്കളെ കെട്ടിച്ചു വിടാനൊന്നും ഇല്ലല്ലോ അല്ലേ എന്നുള്ള ചോദ്യമാണ്. മകന്റെ ദൂരത്തിന് വേണ്ടിയുള്ള ഒരു സഹായം. ഇതിപ്പം നോർമലി ഒരു 2 ആൺകുട്ടികളാണ് ഒരു വീട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ കേരളത്തിന്റെ ഒരു സാഹചര്യത്തിലൊക്കെ അത് ആഘോഷമാക്കുന്ന ഒരു ഫാമിലി ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകം പുറത്തു വന്നത്. അപ്പം ഇതിന്റെ പുറകിലുള്ള സ്ത്രീകളുടെ ഒരു രീതി അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം വനിതാ ദിനം കൂടെ ആകുമ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റാണെങ്കിൽ തെറ്റ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം. അല്ലാതെ ഇപ്പം അച്ഛനാണ്, അമ്മയാണ്, സഹോദരനാണ് സഹായം ചോദിച്ചതല്ലേ തിരിച്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ വേറൊരുത്തുനിന്ന് കടം വാങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അത് എനിക്ക് തന്ന് സഹായിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ നമ്മളടുത്തില്ലാത്തപ്പം നമ്മളത് വേറൊരാളുടെ അടുത്ത് ഉണ്ട് എന്ന് ഭാവിച്ചും അല്ലാതെയും വേറൊരാളുടെ അടുത്ത് നിന്ന് കടം വാങ്ങി ഈ ഒരു എന്തായാലും ഒരാളുടെ അടുത്ത് നിന്ന് ഒരു പൈസ കടം വാങ്ങണമെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു കടം വാങ്ങണമെങ്കിൽ എനിക്കൊരു ഗതി ഇല്ലാത്തത് കൊണ്ടായിരിക്കല്ലോ കടം വാങ്ങുന്നത്. അപ്പം എന്നെ സഹായിക്കാൻ വേണ്ടി വേറൊരാളുടെ അടുത്ത് നിന്ന് കടം വാങ്ങുമ്പോൾ അത് കൂടുതൽ ബാധ്യതയാകും എന്നത് വ്യക്തമാണ്. അപ്പം വ്യക്തമായിട്ട് പറയേണ്ടത് എന്റെ കയ്യിൽ ഇല്ല എന്ന് തന്നെ പറയണം. ഇല്ലാത്ത ബാധ്യത വിളിച്ചു വരുത്തരുത് എന്ന് തന്നെയാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതാണ് ഈ സ്വത്തുക്കളെ കുറിച്ച്. അഫാന്റെ മുത്തശ്ശി 2 മാല ഇട്ടിരുന്ന് നടന്നിരുന്നു. അവസാനം ഇതില് ഈ മുത്തശ്ശി ഈ മരണത്തിന് തൊട്ട് മുന്നേ തന്നെ എന്തോ ഒരു ഉൾവിളി ഉള്ളതുപോലെ തന്നെ ഒരു മാല ഊരി മകൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ മുത്തശ്ശിയുടെ പഴയ വീട് ഈ ഏറ്റവും ഇളയ മകൻ നൽകാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ സ്വത്തുക്കളൊക്കെ മകന് വേണ്ടി കൊടുക്കാൻ തയ്യാറായിരുന്ന മുത്തശ്ശിയാണ്. പക്ഷെ ആ മകന്റെ കൈ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ചെറുമകന്റെ കൈ കൊണ്ട് തന്നെ അത്രത്തിൽ 10 മിനിറ്റ് ഇന്നലെയും തെളിവെടുപ്പ് 10 മിനിറ്റ് ആ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളല്ലോ. 10 മിനിറ്റ് കൊണ്ട് പോകുന്നു, സംസാരമൊന്നുമില്ല, പോകുന്നു, തലക്കടിക്കുന്നു, വീഴ്ത്തുന്നു, ആ മാല എടുക്കുന്നു.
ഇത് ഇപ്പം ഈ അമ്മയുടെ കാര്യം പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഈ സഹായിച്ചില്ല എന്നുള്ള ഒരു അഫാന്റെ ഒരു മൊഴി വീണ്ടും നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ സഹായിച്ചില്ല എന്നുള്ളതല്ല, കഴിയുന്ന രീതിയിലെല്ലാം സഹായിച്ചു. പക്ഷെ എന്നിട്ടും ആവശ്യങ്ങൾ അഫാന്റത് തീരുന്നുണ്ടായിരുന്നില്ല. വീണ്ടും വീണ്ടും സഹായങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഫാമിലിക്കൊക്കെ ഒരു ഭയം വന്നു തുടങ്ങിയിട്ടുണ്ടാവണം. ഇവൻ എന്തിനാണ് ഇത്തരത്തിൽ പൈസ വാങ്ങുന്നത്, ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ഇപ്പം ആർഭാടമാണ്, അതിനു വേണ്ടിയാണ് 65 ലക്ഷം രൂപ അഫാൻ ഈ ഒരു 23 വയസ്സ് എന്ന് പറയുമ്പോൾ അഫാൻ ഒരു 2-3 വർഷമായി കാണും ഇങ്ങനെ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ചെലവഴിക്കാനും കടം വാങ്ങാനും ഒക്കെ. അതുവരെ എന്തായാലും പാരന്റ്സിനെ ആയിരിക്കുമല്ലോ നോക്കിയിട്ടുണ്ടാവുക. അപ്പൊ ഈ ചുരുങ്ങിയ ഒരു 3-4 വർഷത്തിനുള്ളിൽ 65 ലക്ഷം രൂപ അഫാൻ കടം ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ ആർഭാടത്തിന്റെ മാത്രം ഭാഗമായിട്ടായിരിക്കില്ല. എന്തായാലും ഇതിന് പിറകില് ഒരുപക്ഷെ ഈ ബ്ലൂ വെയിൽ പോലുള്ള ഗെയിമുകളെ കുറിച്ചൊക്കെ അറിയാലോ. അതെ, സ്വയം മരിക്കുന്നതടക്കമുള്ള റിപ്പോർട്ടുകളായിരുന്നല്ലോ അന്ന് പുറത്തു വന്നത്. അത്തരത്തിൽ ഏതെങ്കിലും ഡാർക്ക് വെബോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇതിന്റെ പിറകിലുണ്ടോ, അതിലേക്കാണോ? അല്ലെങ്കിൽ ഇപ്പം ഈ സ്റ്റോക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു സംഭവമുണ്ട്. ഈ യൂത്ത് ആളുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കാൻ അവർ കണ്ടെത്തുന്ന മാർഗമാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിംഗ്. അപ്പം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണോ ഇത്തരത്തിലുള്ള പൈസ എന്നതൊക്കെ ഒരു സംശയമാണ്. അതുപോലെ തന്നെ ഈ മാതാവ് അഫാന്റെ പിതാവിന്റെ മാതാവ് മുൻകൂട്ടി ഇതൊക്കെ അറിഞ്ഞിരുന്നു, എന്തോ ഒരു സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് അവരിലുണ്ടായിരുന്നു. അവര് സാധാരണ 2 മാലകൾ ഇടാറുണ്ട്. ഒന്ന് വലിയൊരു മാലയും ഒന്ന് നോർമൽ സാധാരണഗതിയിലുള്ള ഒരു സ്വർണ്ണമാലയും. ഈ 2 മാലകള് അഫാൻ ഈ വലിയ മാലയാണ് അഫാൻ ചോദിച്ചത് എന്നതാണ് വിവരം. അപ്പം അഫാൻ ചോദിച്ചതിന്റെ ഭാഗമായിട്ട് ഈ സംഭവം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ ഈ ഉമ്മ പേടിച്ചിട്ട്, ഇവർക്ക് 11 മക്കളുണ്ട്, അതിൽ ഒരാളെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അപ്പം അഫാന്റെ രീതികൾ മാറുന്നുണ്ട് എന്ന് ഇവരൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതും യാതൊരു പ്രശ്നവുമില്ലാതെ ഏറ്റവും നല്ല പിള്ളയായിട്ടുള്ള, കുടുംബത്തിലും നാട്ടിലും വീട്ടിലും ഒക്കെ നല്ല കുട്ടിയായിട്ടുള്ള ഒരാളുടെ രീതിയിൽ മാറ്റങ്ങൾ വരുന്നത് ഇവരൊക്കെ ശ്രദ്ധിച്ചിരുന്നു എന്ന് തന്നെയാണ് കാര്യം. പക്ഷെ അതാരും കാര്യമാക്കി എടുത്തില്ല. അപ്പം ഇനിയുള്ള കുട്ടികളുടെയെങ്കിലും മാറ്റങ്ങൾ, ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി എന്നല്ല, ഒരു മനുഷ്യന്റെ മാറ്റം കൂടെയുള്ളവർക്ക് മനസ്സിലാകും. ആ മാറ്റങ്ങൾ ഗൗരവമായിട്ട് തന്നെ എടുക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഫാൻമാർ പലയിടത്തും മുളച്ചു പൊന്തു എന്ന് പറയേണ്ടിയിരിക്കും. ഒരു പക്ഷെ നിങ്ങളുടെ മക്കളുടെ ഭാവി ഓർത്തായിരിക്കും നിങ്ങൾ ഒരു കാര്യവും മറ്റുള്ളവരോട് പറയാതിരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാവി നശിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. ഒരു പക്ഷെ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇത്തരം വാർത്തകൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.